നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ഓഗസ്റ്റ് 2 ശനി. സഖാവ് VS അച്യുതാനന്ദൻ അനുശോചന യോഗം. ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ഷാരൂഖ് ഖാൻ, സഹനടൻ വിജയരാഘവൻ, സഹനടി ഉർവശി, നടി റാണി മുഖർജി, എഡിറ്റർ മിഥുൻ മുരളി. സിസയ്ക്കും ശിവപ്രസാദിനും വീണ്ടും നിയമനം നൽകി സുപ്രീം കോടതിയെ വെല്ലുവിളിച്ച് ഗവർണർ. സർക്കാർ നിയമത്തിന്റെ വഴി തേടണം MP ഗോവിന്ദൻ. സർവകലാശാലകളിൽ താൽക്കാലിക VC നിയമനം പോലും സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാകണമെന്ന സുപ്രീം കോടതി വിധി ഗവർണർ ലംഘിച്ചതായി CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. ഇതിനെതിരെ നിയമ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകണം. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഹൈക്കോടതി അംഗീകരിച്ചതാണ്. ഇതിനെതിരായ ഗവർണറുടെ ഹർജിയിലാണ് സുപ്രീം കോടതി വിധിയുണ്ടായത്. ഇത് മറികടന്നാണ് 2 സർവകലാശാലകളിൽ താൽക്കാലിക VCമാരെ നിയമിച്ചത്. നിയമനം റദ്ദാക്കണം മുഖ്യമന്ത്രി. സുപ്രീം കോടതി വിധിയെ മറികടക്കാനുള്ള താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ബിശ്വനാഥ് ആർലേക്കർക്ക് കത്ത് നൽകി. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ വീണ്ടും എതിർത്തു. ചതിച്ച് BJP. അമിത്ഷായുടെ ഉറപ്പ് വെറും വാക്ക്. ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. 3-നും 4-നും LDF പ്രതിഷേധം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചത് അതിന്റെ ഭാഗമാണ്. ഇതിനെതിരെ ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ LDF നേതൃത്വത്തിൽ മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. പോലീസിനെ നോക്കുകുത്തിയാക്കി ബജരംഗദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുന്നത് ലോകം മുഴുവൻ കണ്ടതാണ്. പെൺകുട്ടികളെ ജോലിക്കായി പോകുന്നതിനെ മനുഷ്യക്കടത്തെന്നും മതപരിവർത്തനമെന്നും ആരോപിച്ചാണ് ജയിലിൽ അടച്ചത്. വർഷങ്ങളോളം ജയിലിലിടാനാണ് നീക്കം. മണിപ്പൂരിലും ആസാമിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലും സമാന ആക്രമണമുണ്ടായി. രസകരമാവും എന്നാൽ വളരെ ആശങ്കാജനകവുമായ ഒരെണ്ണം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ കോടികളുടെ തട്ടിപ്പ്. യൂത്ത് ലീഗ് നേതാവ് പിടിയിൽ. ഇതാണ് ലീഗുകാരും കോൺഗ്രസ്സുകാരുടെയും പരിപാടി. എന്നിട്ട് സർക്കാർ ആണ് അഴിമതി നടത്തുന്നത്, സർക്കാരാണ് വഞ്ചിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് സർക്കാരിൻ്റെ പേര് പറഞ്ഞ് ആ മറവിൽ എന്തെല്ലാം വെട്ടിപ്പും തട്ടിപ്പും കൊള്ളത്തരവും കള്ളത്തരവും ചെയ്യുന്നു. എന്നിട്ട് പാവം മുസ്ലിം ജനവിഭാഗങ്ങളെ പറ്റിക്കുന്നവന്മാരാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ. മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ കരാറിൽ ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം വാങ്ങി കോടികൾ തട്ടി യൂത്ത് ലീഗ് നേതാവായ ജില്ലാ പഞ്ചായത്ത് അംഗം മുംബൈ വിമാനത്താവളത്തിൽ പിടിയിൽ. ഇയാൾ മുംബൈ സന്ദർശിക്കാൻ പോയതാണോ? ഇവിടുന്ന് മുങ്ങിയതല്ലേ വിദേശത്തേക്ക് കടക്കാൻ? യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഹാരിസാണ് പിടിയിലായത്. ദുബൈയിൽ നിന്ന് വെള്ളി പുലർച്ചെ വിമാനമാർഗമെത്തിയ ഇയാളെ എമിഗ്രേഷൻ വിഭാഗമാണ് പിടികൂടിയത്. ഹാരിസിനെ കസ്റ്റഡി വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തി ശനിയാഴ്ച മലപ്പുറത്തെത്തിക്കും. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ബിജുവാണ് 2ാം പ്രതി. മിടുക്കൻ. കലാഭവൻ നവാസ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ. നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒപ്പമുണ്ട് ഇടതുപക്ഷ MPമാർ.
കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിനെ തുടർന്ന് ആശങ്കയിലായ ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സമൂഹത്തിന് ഐക്യദാർഢ്യവും പിന്തുണയുമേകി ഇടതുപക്ഷ എംപിമാർ ജോൺ ബ്രിട്ടാസ്, പി സന്തോഷ് കുമാർ, ജോസ് കെ മാണി എന്നിവരാണ് ദുർഗിലെത്തി പുരോഹിതരെയും കന്യാസ്ത്രീകളെയും കണ്ടത്. രണ്ടാം തവണയാണ് ഇടതുപക്ഷ എംപിമാർ ദുർഗിലെത്തുന്നത്. മോഹന വാഗ്ദാനങ്ങളുമായി എത്തുന്നവരെ തിരിച്ചറിയണം കൊല്ലം ബിഷപ്പ്. കിരീടമുണ്ടാകും, അവർ ചിലപ്പോൾ മുട്ടുകാലെ ഇഴയും, ചിലപ്പോഴവർ കുരുത്തോല പെരുന്നാളിന് കുരുത്തോലയായിട്ട് നടക്കും. അതുകൊണ്ട് അവരെ സൂക്ഷിക്കുക. സിനിമാ കോൺക്ലേവിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 600 പ്രതിനിധികൾ പങ്കെടുക്കും. മുഖ്യാതിഥികളായി മോഹൻലാലും സുഹാസിനിയും. സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര നയരൂപീകരണത്തിൻ്റെ ഭാഗമായുള്ള ദ്വിദിന കോൺക്ലേവിന് ശനിയാഴ്ച തുടക്കമാകും. രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരള ഫിലിം പോളിസി കോൺക്ലേവ്. നല്ല സിനിമ, നല്ല നാളെ. BJP നേതാക്കൾ അരമനകൾ കയറിയിറങ്ങുന്നത് വോട്ട് ലക്ഷ്യത്തിൽ. ഗവർണർ ഭരണഘടനയെയും തള്ളുന്നു. ഗവർണർ ചാൻസലർ അല്ലാത്തിടത്ത് പ്രവർത്തനം സുഗമം. ചാൻസലർ സ്ഥാനം ഗവർണർക്കല്ലാത്ത നിയമ സർവകലാശാലയിൽ കാര്യങ്ങൾ സുഗമമായി നടക്കുന്നുണ്ടെന്ന് നിയമമന്ത്രി പി രാജീവ്. തദ്ദേശ ഭരണ വകുപ്പിൽ അവസാന മണിക്കൂറിലും ഒഴിവ്. ഒരു മാസം റിപ്പോർട്ട് ചെയ്തത് 488 ക്ലാർക്ക് ഒഴിവുകൾ. LDC റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചു. 12,660 പേർക്ക് നിയമന ശുപാർശ ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തട്ടിപ്പ് അന്വേഷണം തുടങ്ങി. ലീഗ് നേതാക്കൾ ഭീതിയിൽ. നിക്ഷേപകർക്ക് നഷ്ടമായ പണം മടക്കി കിട്ടാൻ നേതൃത്വം ഇടപെട്ടില്ല. എന്താ ചെയ്യുക? ഈ പറഞ്ഞ കണക്ക് കരുവന്നൂർ എന്നും പറഞ്ഞ് നിലവിളിച്ച് നടന്ന ഈ ലീഗും ഈ പറയുന്ന കോൺഗ്രസും എല്ലാം കരുവന്നൂരെന്ന് ഉറക്കത്തിൽ പോലും വിളിച്ച് പറഞ്ഞ് നടന്നവന്മാരിപ്പം മലപ്പുറത്തെ കാര്യം മിണ്ടുന്നില്ല. ഇവന്മാരുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ സർക്കാരിനെയും ഇടതുപക്ഷ നേതാക്കളെയും കുറ്റം പറഞ്ഞുകൊണ്ട് സർവ്വ വൃത്തികേടും സർവ്വ തട്ടിപ്പും നടത്തുന്ന ഈ പഹയന്മാരാണ്. മുസ്ലിം ലീഗ് പോലും. മുസ്ലിങ്ങളോട് എന്താ സ്നേഹം. ദേശാഭിമാനി എഡിറ്റോറിയൽ. മാലേഗാവ് വിധി രാജ്യത്തോട് പറയുന്നത്. ഗാന്ധി മതത്തോടെയാണ് ഭീകരപ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് എന്ന് വിലയിരുത്താമെങ്കിലും തുടർന്നുള്ള ദശകങ്ങളിൽ ഹിന്ദുത്വ ഭീകരവാദം എന്ന സംജ്ഞ ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ അത്ര പ്രത്യക്ഷമല്ലായിരുന്നു. മലേഗാവ് സ്ഫോടനക്കേസിൽ RSSുമായി അടുത്ത ബന്ധമുള്ള അഭിനവ് ഭാരത് എന്ന സംഘടനയിലെ പ്രഗ്യാ സിംഗ് ഠാക്കൂർ അടക്കമുള്ളവരെ മഹാരാഷ്ട്രയിലെ ആൻറ്റി ടെററിസം സ്ക്വാഡ് പിടികൂടിയതോടെ ഹിന്ദുത്വ ഭീകരർ സംഘടിതമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ രാജ്യത്തെ ഞെട്ടിക്കുന്ന സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ടെന്നും വ്യക്തമാകുന്നത്. അതുവരെ പാർലമെൻറ്റിലും മറ്റും BJPക്കാർ പ്രചരിപ്പിച്ചു വന്നത് എല്ലാ മുസ്ലിങ്ങളും ഭീകരരല്ല, പക്ഷേ ഭീകരരെല്ലാം മുസ്ലിങ്ങളാണ് എന്നായിരുന്നു. ഭീകരരിൽ ഒരു ഹിന്ദു പോലും ഇല്ലെന്നും ഹിന്ദുക്കൾക്ക് ഭീകരരാകാൻ സാധിക്കില്ലെന്നുമുള്ള വാദം ആ ലളിത യുക്തിയിൽ അന്തർലീനമായിരുന്നു. ഭീകരപ്രവർത്തനം മുസ്ലിങ്ങൾ മാത്രം നടത്തുന്ന ഗൂഢപ്രവൃത്തിയാണെന്ന ആ ആഖ്യാനമാണ് മലേഗാവ് കേസിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ്, ശ്രീകാന്ത് പുരോഹിത്, മേജർ രമേശ് ഉപാധ്യായ, അജയ് രാഹിർക്കർ, സുധാകർ ചതുർവേദി, സമീർ കുൽക്കർണി എന്നിവരെ പിടികൂടിയതോടെ റദ്ദാക്കപ്പെട്ടത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. കൈകെട്ടി ഛത്തീസ്ഗഡ് കോൺഗ്രസ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തിപ്പെടുമ്പോഴും ഛത്തീസ്ഗഡിലെ കോൺഗ്രസുകാർക്ക് അനക്കമില്ല. കന്യാസ്ത്രീകളെ ജയിലിലടച്ച്
ഒരാഴ്ച പിന്നിട്ടിട്ടും സംസ്ഥാന കോൺഗ്രസ് കാര്യമായ പ്രതിഷേധങ്ങൾ ഒന്നും സംഘടിപ്പിച്ചില്ല. ഒന്നും പറയാനില്ലെന്നായിരുന്നു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗലിൻ്റെ മറുപടി. പാർലമെന്റിലും ഛത്തീസ്ഗഡിലും നിന്നുള്ള കോൺഗ്രസ് എംപിമാർക്ക് അനക്കമില്ല. വിമർശനം ശക്തമായതോടെ വെള്ളിയാഴ്ച കോൺഗ്രസ് റായ്പൂരിൽ പേരിന് ഒരു പ്രകടനം നടത്തി. ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രിയായിരിക്കെ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ വലിയ വേട്ടയാടലുകൾ നടത്തിയിരുന്നു. ആക്രമണങ്ങൾ തടയാനോ അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ബാഗൽ ഒന്നും ചെയ്തില്ല. നടപടിയെടുത്താൽ തെരഞ്ഞെടുപ്പിൽ തിരച്ചടിയാകുമെന്ന വിലയിരുത്തലായിരുന്നു ബാഗേൽ. ഹിന്ദുത്വ സംഘടനകളെ പരമാവധി പ്രകടിപ്പിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു. BJP അധികാരത്തിലെത്തിയതോടെ തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയായി. അങ്ങനെ ട്രംപ് എന്ന ഫ്രണ്ടിൻ്റെ മുമ്പിൽ കീഴടങ്ങി മോദി. അമേരിക്കയ്ക്ക് കീഴടങ്ങി ഇന്ത്യ. റഷ്യൻ എണ്ണ വാങ്ങുന്നത് കേന്ദ്രം നിർത്തി. മറ്റിടങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഉയർന്ന വില നൽകേണ്ടി വരും. അമേരിക്കയുടെ അമിത തീരുവ ഭീഷണിക്ക് വഴങ്ങി റഷ്യൻ എണ്ണ വാങ്ങുന്നത് മോദി സർക്കാർ അവസാനിപ്പിച്ചതായി റിപ്പോർട്ട്. US-ന്റെ അമിത തീരുവ പകച്ച് മോദി സർക്കാർ. പാക് കരസേനാ മേധാവി ജനറൽ അസിം മുനീർ അമേരിക്കയിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ US-പാക് ബന്ധം ശക്തിപ്പെട്ടു. ഇങ്ങനെയുണ്ട് ഇന്ത്യ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% പകരം തീരുവയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് പ്രത്യേക പിഴയും ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം മോദി സർക്കാരിന് കനത്ത നയതന്ത്ര രാഷ്ട്രീയ തിരിച്ചടിയായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അടുത്ത സുഹൃത്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കാറുള്ളത്. മുമ്പ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പരസ്യ പ്രചാരണവും മോദി നടത്തി. ഇതെല്ലാമായിട്ടും കനത്ത തീരുവ അടിച്ചേൽപ്പിക്കാനുള്ള ട്രംപിൻ്റെ തീരുമാനത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് മോദി സർക്കാർ എന്ന 57-58 ഇഞ്ച്. വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ 56, 57, 40, 45 ആയിട്ട് ചുരുങ്ങും. ഇവിടുള്ള പട്ടാളത്തിലെടുക്കാൻ നേരത്തെ നെഞ്ച് ശ്വാസം പിടിച്ച് വികസിപ്പിച്ച് കാണിക്കുന്നത് ഇന്ത്യയിൽ ശ്വാസം പിടിച്ച് നെഞ്ചു വീര്യം കൂട്ടും. വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് ശ്വാസം കാറ്റും അങ്ങ് പോകും. എന്താ ചെയ്യുക? ഹിന്ദുത്വ ഭീകരത പുറത്തു കൊണ്ടുവന്ന മലേഗാവ്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന കർക്കറെയും സംഘത്തെയും അന്ന് BJP നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു. ഹേമന്ത് കർക്കറെ